ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 95. എനിക്ക് ലൈക്ക് വേണ്ട, ഷെയർ വേണ്ട, സബ്സ്ക്രൈബ് വേണ്ട, ഹൈപ്പ് വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് 10 പറയണം. അതുകൊണ്ട് തന്നെ അല്ലേ ഈ കുടുംബോൾ ആർമിയിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണാനിടയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്നത് വളരെ നന്നായി. കാണാതിരിക്കണം അത്രയും നല്ലത്. കണ്ടതിന് ശേഷം കമന്റ് ബോക്സിൽ വന്ന് നീ അനുമോളെ പറയാൻ വേണ്ടി നീ കാണാതെ അനുമോളെ ഡീഗ്രേഡ് ചെയ്തോടാ, നീ അനുമോൾ അങ്ങനെ കാണിച്ചോടാ, ഇങ്ങനെ കാണിച്ചോടാ എന്നൊന്നും പറയാൻ നിൽക്കണ്ട. എന്റെ ചാനൽ എന്റെ ഇഷ്ടം, എന്റെ പെർസ്പെക്റ്റീവ് ഞാൻ പറയും. കമന്റ് ഇടാം, ഒറ്റയും തെറ്റിയായിട്ട് എനിക്കെതിരെ വീഡിയോ ചെയ്യാം, എന്ത് അലിഗേഷൻ വേണമെങ്കിലും ഉന്നയിച്ചോ, എനിക്ക് 10 പറയാനുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറയുന്നു, അനുമോളെ സ്നേഹിക്കുന്നവരൊന്നും ഈ വഴിക്ക് വരണ്ട, ആ വഴിക്ക് വിട്ടോ. ഓക്കെ, അക്ബറിനെ സ്നേഹിക്കുന്നവർക്ക് വീഡിയോ വേണം കേട്ടോ. ആരും വരണ്ട, അക്ബറിനെ സ്നേഹിക്കുന്നവരും വരണ്ട, അനുമോളെ സ്നേഹിക്കുന്നവരും വരണ്ട, ആരും ഒട്ടും കുറവുള്ള ആൾക്കാരും എന്റെ സൈഡിൽ നിന്ന് അക്ബറിനെ സ്നേഹിക്കുന്നവർക്ക് വരാം. സൈഡിൽ ആർക്ക് ചാനൽ ഉണ്ടല്ലോ അവിടെ ഇരുന്ന് കുറയണില്ല ഫുൾ. ഓക്കെ, അപ്പോൾ ഞാൻ ന്യൂട്രൽ ആയിട്ടുള്ള ഓഡിയൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്, അല്ലാതെ ചില ഫാൻ PR-കൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല. വാതിൽ നടന്നാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ പറയാനുള്ളത് ആദ്യം തന്നെ ഇന്നത്തെ എപ്പിസോഡ് തുറക്കുന്നതിന് നമ്മൾ കണ്ടതാണ് അപ്പാനി ശരത് ഒറ്റപ്പറച്ചിലാണ് ബിൻസിയോട്. പൊന്നു മോളെ ബിൻസി, ഇത് കഴിഞ്ഞിട്ട് ഞാൻ 3 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങാനുള്ളതാണ്, എൻ്റെ അവസ്ഥയ്ക്ക് ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നെ ഒറ്റപ്പെടുത്തരുത്. അല്ല, ഞാൻ എൻ്റെ അവസ്ഥ വളരെ മോശമായിരിക്കും. കാരണം അപ്പാനിയുടെ ആ ഒരു എവിക്ഷൻ്റെ ടൈമിലും പിന്നെ ഈ ബിൻസി ആയിട്ടുള്ള ഈ ഇതിൻ്റെ സിറ്റുവേഷനിലും അല്ല, അതിന് മുന്നുണ്ടായ സിറ്റുവേഷനിലൊക്കെ അപ്പാനിക്ക് അത്യാവശ്യം ഫാമിലി പരമായിട്ട് തന്നെ കുറച്ച് ട്രോമാസ് ആ സംഗതികളൊക്കെ ഉള്ള ഒരാളാണ്. വീണ്ടും ഇതിവിടെ ചർച്ചയായി, വീണ്ടും അതൊരു വിഷയമായി, എഗെയിൻ ആവുമ്പോഴത്തേക്ക് വീണ്ടും ഇയാൾ ആൻസറബിൾ ആണ് ഇവിടെ വീട്ടിൽ. അതുകൊണ്ടാണ് പറഞ്ഞത് മോളെ വിട്ടേക്ക്. കാരണം ബിൻസി വിടാതെ പിടിച്ചിരിക്കുക. കാരണം ബിൻസിക്ക് ഉണ്ടായ ഒരു അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിഭീകരമാണ്. ഓക്കെ, അത് ബിൻസി തന്നെയല്ലേ ചോദിക്കണ്ടേ, ബിൻസിക്ക് വേണ്ടിട്ട് നല്ല നോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന സംഭവം കൊണ്ടാണ് ബിൻസി ആകെതായി പോയത്. അതെ, ബിൻസിക്ക് ഭീകരമായിട്ടല്ലേ, ഭയങ്കരമായിട്ടാണ് ബിൻസിക്ക് എന്ത് വന്നത്, ഈ സാധനങ്ങൾ തിരിച്ചടി വന്നത്. അപ്പൊ ബിൻസി ചോദിക്കും. ഓക്കെ, അതിനുശേഷമാണ് അനുമോൾ മസ്താനിയോട് പോയിട്ട് ഒരിൽ ചെന്ന് മദ്ദളത്തിനോട് പറയുന്ന പോലെയാണ് അനുമോൾ എന്നിട്ട് മസ്താനിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉള്ള അടിയും റോട്ടിൽ കൂടി പോണ എല്ലാ കൊട്ടും മേടിച്ചിട്ടാണ് മസ്താനി പുറത്തു പോയത്. പുറത്തിറങ്ങി അവിടുന്നും കൊട്ട്, ഉള്ളിൽ കയറി ഒന്ന് പോസിറ്റീവ് ആവാന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് രാവിലെ അനുമോളെ വക കുമ്പസാരം. മസ്താനി ഫുള്ള് കേട്ടിട്ട് ഒഴിവാക്ക്. മസ്താനി ഇതൊക്കെ അനുമോളി പറയുന്നിരുന്ന് കേട്ടിട്ടാണ് ഇങ്ങോട്ട് പോണേ. ബിൻസിന്റെ അടുത്തേക്ക് കോംപ്രമൈസ് ആക്കാം വിചാരിച്ചിട്ട് എങ്ങോട്ട് പോയത്. ബിൻസിന്റെ അടുത്തേക്ക് മസ്താനി കയറി ചെല്ലുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, എനിത്തിങ് അവിടെ നടക്കുന്നുണ്ട് എന്ന് വിചാരിച്ചു. ആ വീട്ടിനകത്ത് എനിത്തിങ് എനിവേർ നടന്നിട്ടുണ്ടെങ്കിലും സ്പാർക്ക് ഇടുന്ന ഈ സ്പാർക്ക് മോളാണ്. സ്പാർക്കിങ് അല്ലേ എന്റെ പൊന്നെ. ഞങ്ങളെ സീസണില് ഒരു ഇതുണ്ടായിരുന്നു, ആരെ നിങ്ങൾ എന്തായിട്ട് കമ്പയർ ചെയ്യുന്നുള്ളത്. അപ്പൊ മത്താപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ മത്താപ്പാണല്ലോ പടക്കം കത്തിക്കാൻ വേണ്ടിട്ടല്ല, കൊളത്തി വിടാൻ വേണ്ടി മത്താപ്പാണല്ലോ. ഇതൊരു 1.5 മത്താപ്പാണ്, എല്ലായിടത്തും കൊളത്തും. പക്ഷെ മത്താപ്പിന് പ്രത്യേകത, മത്താപ്പ് കത്തിക്കഴിഞ്ഞാൽ കളർഫുൾ ആവുക ചെയ്യുക. പക്ഷെ ഇത് കളർഫുൾ അല്ല ആവണത്, എന്തോ ചാരമായിട്ട് കത്തി ഇങ്ങനെ എങ്ങി പോകുന്ന സാധനം ഉണ്ടാക്കണത്. സാധനം ഉണ്ടാവുന്നുണ്ട്, പക്ഷെ കളർഫുൾ ആവണില്ല. മത്താപ്പിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. എന്താണെങ്കിലും കൊളത്തി വിടുന്നുണ്ട്. മര്യാദക്ക് നല്ല നോട്ടിൽ കയറി പോകാൻ വന്ന മസ്താനി അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഓൾറെഡി ബിൻസി മസ്താനി തമ്മിൽ ഇന്റർവ്യൂ, അതിനുശേഷമുള്ള വീഡിയോ, അതിന്റെ റിപ്പോർട്ടഡ് വിഷയമൊക്കെ ഉണ്ട്. അപ്പൊ ഈ വീട്ടിനകത്ത് വന്ന സമയത്ത് അതൊക്കെ ഒന്ന് അങ്ങോട്ട് സോർട്ടായി പോവും. ഒരു നല്ല നോട്ടിൽ പുറത്തിറങ്ങാന്ന് പറഞ്ഞ് നിൽക്കുന്ന മസ്താനി ഒരു സൈഡിൽ. ഞാൻ ആരെ കിട്ടിയാലും അടിക്കും, എനിക്ക് പ്രത്യേകിച്ച് അടിക്കാനുള്ളത് അനുമോളി ഷാനവാസിനെയാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ബിൻസി. ഓക്കെ, വാശിയിൽ നിൽക്കുകയാണ് ബിൻസി. അതും കാരണം കേട്ടോ, ചുമ്മാ വെറുതെ കയറിയിട്ട് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടുള്ള ഒരു അടിയാണ് ബിൻസിന്റെ. ഞാൻ എവിടെയും പറയില്ല. ബിൻസിന്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ ബിൻസി തന്നെ വേണം. അങ്ങനെ മസ്താനീനായിട്ട് പറഞ്ഞു തുടങ്ങി. മസ്താനീനെ എന്താ പ്രശ്നം വെച്ചാൽ മസ്താനിന്റെ വേ ഓഫ് ടോക്കിംഗ് ആണ്. മസ്താനീന്റെ എന്താ പറയാ, മസ്താനി ഇങ്ങനെ പിടിച്ച് കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ഇരിക്കുന്നത് ഒറ്റ സാധനം വായന്ന് ഓട്ടം. അത് പോയി. അത് ഒരാളുടെ പേഴ്സണൽ സെന്റിമെന്റ്സ് ആണ്, അയാളുടെ പേഴ്സണൽ സാധനങ്ങളാണ്. ഒരു സാധനം പേഴ്സണലി അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരു 10 ഇരട്ടി പേഴ്സണൽ സാധനങ്ങൾ ഇങ്ങോട്ട് കിട്ടുന്നുള്ളത് മസ്താനി ഇന്ന് പഠിക്കണം. ഇതുവരെ പഠിച്ചിട്ടില്ല, എന്തായാലും പഠിക്കണം. കാരണം എന്താ പറയുക, അത് പഠിക്കണം നിർബന്ധമാണ്. കാരണം നമ്മുടെ നേച്ചറാണ്, നമ്മൾ ഇതുവരെ എക്സസൈസ് ചെയ്ത കാര്യങ്ങളായിരിക്കാം,
ഇതിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ സാധനം ഓട്ടോന് സാധനം ഇട്ട് കൊടുത്തോണ്ടാണ് ബിൻസിന്റെ വായിന്ന് അത്രയും കേട്ടത്. പക്ഷെ ബിൻസി പറഞ്ഞത് നല്ലതെന്ന് ഞാൻ പറയില്ല കേട്ടാ. ബിൻസിക്ക് പറയാം പക്ഷെ ഒരാളുടെ ഓട്ടോയിൽ കൊണ്ടുപോയി എന്ന് മാത്രമേ ആര് പറഞ്ഞിട്ടുള്ളൂ, മസ്താനി പറഞ്ഞുള്ളൂ. അതിന് മസ്താനീന്റെ അച്ഛന് പറയുന്ന വർത്താനൊന്നും ഒരിക്കലും നമുക്ക് എൻഡോസ് ചെയ്യാൻ പറ്റുന്ന പരിപാടിയേ അല്ല. അതൊരു ലിമിറ്റും ക്രോസ് ചെയ്ത് ആര് പോയിട്ടുണ്ട്, ബിൻസി മുകളിൽ പോയിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിച്ചു, ആ വീട്ടിൽ ഒരാള് പോലും എന്തിനു എല്ലാത്തിലും ഉപ്പ് മാതിരി വന്ന് വീണ അനീഷ അടക്കം. അനീഷ അതിന്റെ ഇടയിൽ വന്നു അനീഷ ഒന്ന് വന്നു പൊയ്ക്കോറപ്പോ അനീഷിന് കാര്യം കത്തി, അനീഷാണ് പോയി. ഒരാള് വേറെ അനങ്ങിയില്ലല്ലോ. മസ്താനി ആയതുകൊണ്ടാണ്. മാത്രല്ല അതുവരെ ഒപ്പം ഇരുന്ന അനുമോളും നമ്മളെ അഭിലാഷൊക്കെ പറഞ്ഞെടുത്തിട്ടുണ്ട്, എന്തിനാണ് ആ ഓട്ടോന്റെ കാര്യം എടുത്തിട്ടത്, അതുകൊണ്ടല്ലേ. അപ്പോ മസ്താനി ഇതൊന്ന് പഠിക്കുക അല്ലേ, അത്രേ മസ്താനിയോട് നന്നായിട്ടിരുന്നാൽ നല്ല കുട്ടിയായിട്ട് ഇരിക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും തെറിയും വാക്കും സാധനങ്ങളൊക്കെ നാട്ടുകാരെന്ന് കേൾക്കും, അത്ര തന്നെ ഉള്ളൂ. കാരണം ബിൻസി മനസ്സിലാക്കി ബിൻസിയും മസ്താനി തമ്മിലുള്ള ഒരു അടി ആയതുകൊണ്ടും ബിൻസി കുറച്ച് എന്താ പറയാ ഓവർ ദ ബോർഡ് പോയി കുറെ കാര്യങ്ങൾ മസ്താനിനെ പേഴ്സണലി ഹിറ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് പറഞ്ഞതുകൊണ്ടും ഓൾറെഡി ബിൻസി അനുമോളിട്ട് അടിക്കുന്നത് കൊണ്ടും കുണുമോൾ ഫാൻസ് ഭയങ്കരമായിട്ട് വീഡിയോയിനിടയിൽ അല്ലേ മസ്താനി തീ പോകാന്നൊക്കെ. അതെ കുണുമോൾ ഫാൻസ് ആണ് മസ്താനി സഹതാപം കിട്ടി, മസ്താനിന്റെ ഗ്രാഫ് ഉയർന്നു, ബിൻസി താഴ്ന്നു. കാരണം എന്താ, ബിൻസി അപ്പുറത്ത് കുണുമോളെ അടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ സാധനം വന്നിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഇറലവന്റ് സാധനമാണ് ഫോർ അസ്. ദിസ് ഈസ് എ ഇറലവന്റ് സാധനം ബിക്കോസ് ഇവരൊക്കെ ഷോ കഴിഞ്ഞ് പോയ കണ്ടസ്റ്റൻസ് ആണ്. ഇവരുടെ തല്ലും പിടിയും ഇവർക്ക് വോട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അവർക്ക് നാട്ടുകാർ ഇത് കാണണം. അതായത് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അനുഭവിച്ച സാധനം തിരിച്ചു കിട്ടുമ്പോൾ നാട്ടുകാർ കാണണം. അതാണ് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുത്ത്, അല്ലാതെ ഇവര് പോയി പേഴ്സണലായിട്ട് സംസാരിച്ചാൽ അവർക്കൊന്നും കിട്ടാനില്ല. നാട്ടുകാർ കാണണം, അത് തന്നെയാണ് മസ്താനി ചെയ്ത വഴിയും സാധനം സെറ്റാ. കാരണം എന്താ പറയാ, മസ്താനി ഇപ്പൊ കാണിച്ച പേഷ്യൻസ് ഇല്ലേ, അത് മസ്താനിക്ക് ഒരുപാട് ഗുണം ചെയ്യും, ഡെഫിനറ്റ്ലി ഒരുപാട് ഗുണം ചെയ്യും. ബിൻസി കാണിച്ച അഗ്രഷനും ഒരുപാട് ഗുണം ചെയ്യും. മനസ്സിലായേ, ഇത് രണ്ടുപേർക്കും വിൻ വിൻ സിറ്റുവേഷൻ ആണ്. മസ്താനിന്റെ ഉള്ളിൽ ചങ്ക് ഇടിച്ച് പൊളിഞ്ഞ് മാറ്റി പറയാൻ പറ്റില്ല. ഭൂമിന്റെ അടിയിലേക്ക് പോയാൽ വന്നില്ല നിന്നിന്ന്. സത്യം പറഞ്ഞാൽ കണ്ണിലൊക്കെ ആകെ വെള്ളം കലങ്ങിണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞതിനാണല്ലോ തിരിച്ചു കിട്ടിയത്, അനുഭവിക്കുന്നേ പറ്റുള്ളൂ. അപ്പൊ അതിനുശേഷമാണ് റീ എൻട്രി. ഇന്റെ മോളെ രേണുസുതി പൊളിച്ച പൊളി, നല്ല കയ്യടിയായിരുന്നു അവിടെ എല്ലാരും. ഡാൻസ് കളിക്കണോ, രണ്ട് കുലുക്കൊക്കെ കുലുക്കണോ കഴിഞ്ഞു. രേണുസുതി ആരാ ആരാന്ന വിചാരം, രേണുസുതിക്ക് ഒരു എന്താ പറയാ ഒരു മാസം ഓടിക്കാനുള്ള ഈ പിന്നെ കളർ എപ്പിസോഡ് രേണുസുതിന്റെ അത് കാണില്ല. ഈ ഒറ്റയ്ക്ക് ഡൗൺലോഡ് ചെയ്ത് പറ്റില്ലല്ലോ, കട്ട് ചെയ്ത് കാണേണ്ട രേണുസുതിന്റെ പേജിൽ നാളെ വരും. അപ്പൊ അത് കഴിഞ്ഞു ഓരോരുത്തരായിട്ട് വന്നു. ആര്യം വന്നു, എല്ലാരും വന്നു. പിന്നെ വന്ന പാടെ നമ്മളുടെ ലക്ഷ്മി ഒരു വഴിക്ക് അനുമോളുടെ വെളുപ്പിക്കൽ സൈഡായിട്ട് അങ്ങനെ പോയി സപ്പോർട്ട് ചെയ്തിട്ട്, നീ ഒന്നിനും ദിവസമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു സൈഡിൽ കൂടി, അതെ ആ ഒരു സൈഡിൽ കൂടി അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ വന്നതില് അങ്ങനെ രേണുസുതി ഒരു പരിധി വരെ അനീഷേട്ടൻ ടീമിലാണ്, ബെൽറ്റിലാണ്. അനീഷേട്ടൻ ബെൽറ്റിലാണ് രേണുസുതി ഉള്ളത്. അനീഷിനൊരു അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുന്നത്, ആ ഒരു പ്രപ്പോസൽ സീൻ കഴിഞ്ഞതിന് ശേഷം ചെങ്ങായി സ്ക്രീൻ സ്പേസും ഇല്ല, ചെങ്ങായി ഔട്ട് കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞ പോലെയാണ്. അനീഷ് ആർമി എങ്ങനെ പൊക്കിയെടുക്കും എനിക്ക് അറിയാൻ പാടില്ല. ഈ ഫിനാലെ വീക്കിൽ ഇങ്ങനെ ഡൗൺ, അത് അയാളെ ഡൗൺ ആയി, മൊത്തത്തിൽ കണ്ടന്റും ഡൗൺ ആയി, ആകെ മൊത്തം ഇരുന്ന് പോയിട്ടാണ്. അനുമോള് പിന്നെ ചീഞ്ഞ കണ്ടന്റ് ആണെന്നുണ്ടെങ്കിലും കൊടുത്ത് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു, ആര്യം വന്നു, എല്ലാരും വന്നു, അവരുടെ ആ ഒരു പഴയ ബോണ്ടും സാധനങ്ങളൊക്കെ അവിടെ കാണിക്കാൻ തുടങ്ങി. പിന്നെ ഷാനവാസിന് അതിൻ്റെ ഇടയിലൊന്നും ആരും പൊക്കി വിട്ടുട്ടോ, നിങ്ങളുടെ അച്ഛനെ പോലുള്ള ഒരാൾ ഇങ്ങനത്തെ ഒരു ഷൂല് ഷാനവാസ് ഷാനവാസ് ഉറപ്പിച്ചു, ഷാനവാസ് കപ്പ് എനിക്ക് തന്നെ ഞാനാണ് ഇവിടുത്തെ മെയിൻ, ഞാൻ പൊളിയാണ് എന്നുള്ള സാധനത്തിന് മുകളിൽ ഷാനവാസ് ഇങ്ങോട്ട് പൊങ്ങി മക്കളെ. അത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര രസമായിരുന്നു കേട്ടോ, ഭയങ്കര രസം മാത്രമല്ല എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയും വന്ന് എല്ലാരെയും വിളിച്ചിരുത്തി പഴയ വീഡിയോസ് കാണിച്ചു കൊടുത്ത്
അതൊരു അടിപൊളി സാധനമാണ്. അത് ഒരിക്കലും വീഡിയോ കാണിച്ചത്. ബട്ട് ഫൈൻ സ്റ്റിൽ ഞാൻ പറയുന്നത് ഞാൻ വിചാരിച്ചത് കുറച്ച് ഇനി ഒരു ഹാപ്പി വീഡിയോ കാണിക്കണ്ടോന്നില്ല. അതെന്താ പറയുക, ഈ സാധനം അതായത് ഈ ബിഗ് ബോസ് ഹൗസിൽ കയറി ഇറങ്ങിയവർക്ക് ആ ഒരു സാധനം അടിക്കൂ. കാരണം നമ്മൾ 100 ദിവസം വേറെ ലോകത്ത് ജീവിക്കാം. ആ ലോകം ഇനി നമുക്കില്ല. ഇപ്പൊ സീസൺ 7 ഈ ലോകം ഇനിയില്ല. മേ ബി അവർ സീസൺ 8 9 ഒക്കെ ഗസ്റ്റ് ആയിട്ട് കയറാം. ഇപ്പൊ സീസൺ 6 ഞാൻ ചിലപ്പോൾ ഇനിയിപ്പോൾ 7 പോയില്ലെങ്കിൽ 8 ചിലപ്പോൾ ഗസ്റ്റ് ആയിട്ട് പോവാം. പക്ഷെ അത് എൻ്റെ വേൾഡ് അല്ല. എല്ലാ സീസണിലും നമ്മളാ വേൾഡ്, നമ്മളൊരു ഒരു കിളി കൂട് കൂട്ടുന്ന പോലത്തെ ഒരു കൂട്. ആ കൂടാണ് പൊളിഞ്ഞു വീഴുമ്പോൾ പിന്നെ നമ്മളെ കണ്ണിലേ ഉള്ളൂ എപ്പിസോഡ്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം, ബിഗ് ബോസ് എക്സ്പീരിയൻസ് ചെയ്യാം, ബിഗ് ബോസിന്റെ ശബ്ദം എക്സ്പീരിയൻസ് ചെയ്യാം. ബട്ട് നമ്മളെ എൻവയോൺമെന്റ് ഒരിക്കലും ആ വീടില്ല. നിന്ന വീട് സ്വന്തം വീട് പൊളിച്ചളഞ്ഞോ, അതൊരു വല്ലാത്ത ഫീലാണ് ഇത്. അത് ഭയങ്കര ഒന്നും പറയാൻ പറ്റില്ല അല്ലേ, ഒരു രക്ഷയില്ലാത്ത. കാണുന്ന ആൾക്കാർക്ക് സങ്കടമാവും. കാരണം ആ വീഡിയോസ് എല്ലാം കാണുമ്പോ അവരുടെ ഉള്ളിലുള്ള സാധനങ്ങളും അടി ഉണ്ടാക്കിയതും എല്ലാം കൊണ്ടും അതൊരു ബ്യൂട്ടിഫുൾ കാര്യമായിരുന്നു. ഗിസേൽ തക്രാൽ മാത്രം ഇല്ല അല്ലേ, ഗിസേൽ തക്രാൽ ഇല്ലാത്തതില് ചെറിയൊരു വിഷമമുണ്ട് ആ ഫോട്ടോനകത്ത്. ഗിസേൽ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടാണ് വന്നത്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ജിഷിന്റെ വക ഉപദേശങ്ങളും മാത്രല്ല അഭിലാഷ്, ലക്ഷ്മി, ഇവരൊക്കെ ഇങ്ങനെ പ്രവീൺ, ഇവരൊക്കെ അനുമോളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നീ ഒന്നും പേടിക്കണ്ട മോളെ, ഒന്നും പേടിക്കണ്ട, നീ സങ്കടപ്പെടണ്ടെന്ന് കഴിക്കാം. അബി പിന്നെ അനുമോളെ മാത്രമല്ല, അബി മൊത്തത്തില് അബി എങ്ങനെയായിരുന്നു വീട്ടിനകത്ത് ആ സീന നോക്കിയാ, അബി മൊത്തത്തിൽ ആ സീന, അതായത് എങ്ങനെയാണോ വീട്ടിനകത്ത് നിന്ന് അതേ സീനിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. എല്ലാവരും ആരും അടി ഉണ്ടാക്കരുത്, പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ള നോട്ടിലാണ് അബീന്റെ സംഗതി ഞാൻ നോക്കിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതിനുശേഷമാണ് കാര്യങ്ങൾ പൊട്ടിത്തുടങ്ങിയത്. പിന്നെയാണ് അതിനിടയിൽ ഒന്ന് മറ്റേ സാധനം വന്നിട്ട് പോയി, അത് ആരിന് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ദ മെയിൻ കോണ്ടന്റ് വന്നത്. അതായത് നിങ്ങൾ ആലോചിക്കണം, ഈ ടിഷ്യൂലെഴുത്ത്, ചുമരിലെഴുത്ത്, ലിപ്സ്റ്റിക്ക്. ബിഗ് ബോസിന്റെ ടീമിനോടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, നിങ്ങൾ പരസ്യത്തിന് വേണ്ടിയും പ്രൊമോഷന് വേണ്ടിയും വെക്കുന്ന ഐറ്റം ആയിരിക്കും. ചില ക്രൂക്കഡ് കണ്ടസ്റ്റൻസിന് ഈ ലിപ്സ്റ്റിക്ക് അവിടെ ഒരു ടൂളാണ്. അവിടെ പെന്നില്ല, പെൻസിലില്ല, നമുക്ക് എഴുതാൻ വേറെ വഴിയില്ല. പക്ഷെ ടിഷ്യൂ പേപ്പർ ഉണ്ട്, അവിടെ ലിപ്സ്റ്റിക്ക് ഉണ്ട്. പല മെസ്സേജുകളും അതിലൂടെ കൈമാറപ്പെടുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ ജിൻഡോ മണ്ടത്തരത്തിൽ അടിച്ചതാ, അങ്ങനെ സംഗതി നടന്നിട്ടില്ല. ടിഷ്യൂ പേപ്പറിൽ എഴുതി ബാത്റൂമിൽ എടുത്ത് വെച്ച് നോണ അയാൾ അടിച്ചു വിട്ടിരുന്നു. ജിൻഡോ ആയതുകൊണ്ട് തന്നെ അതൊരു പക്കാ നുണയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ബട്ട് സ്റ്റിൽ അയാൾ ഐഡിയ ഇട്ട് കൊടുത്ത്, അവിടെ കണ്ണെഴുതുന്ന സാധനം ഉണ്ട്, ഈ സാധനം ഇതുകൊണ്ടൊക്കെ എഴുതി വെക്കാം, മനസ്സിലായോ? ആ ബോംബ് ആദില പൊട്ടിക്കുകയാണ്. അനുമോള് ആദില പോകുമെന്ന് ഏറെക്കുറെ ഉറപ്പുള്ള വീക്കിൽ ഒരു ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി കൊടുത്തിരിക്കുകയാണ്. ആരുടെ എന്നുള്ളത് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ട് സംഗതി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഗസ് ചെയ്യാം PR-ന്റെ നമ്പർ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടുകാരുടെ നമ്പറും ആവും, കാരണം വീട്ടുകാർക്ക് PR-നെ അറിയാലോ. എന്തായാലും നമ്പർ എഴുതി കൊടുത്തു. നമ്പർ എഴുതി കൊടുത്ത് എന്താ പറഞ്ഞേ, പുറത്തിറങ്ങി നമ്പറിൽ വിളിച്ചാൽ നൂറയ്ക്ക് വേണ്ടി പൈസ കൊടുത്താൽ, അല്ലെങ്കിൽ കണക്കും പറയും, 50,000 കണക്കും പറയും, എന്താ പറയുന്നുണ്ട്, ഒപ്പം വേറൊരു കാര്യം പറഞ്ഞു. എന്താ ഇവിടെ എല്ലാവരും അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യാണ്, അത് മറ്റേ ആളോട് പറഞ്ഞാ മതി, ഇത് ഒന്ന് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ. ഇത് ഞാൻ പറഞ്ഞല്ല, വിനു ORM ആയി നിന്നിട്ട് കൊടുത്ത ഇന്റർവ്യൂല് പറഞ്ഞൊരു ക്ലിയർ കട്ട് വേർഷൻ ഉണ്ട്. അക്ബർ വിനുവിനെ പോയിട്ട് അപ്രോച്ച് ചെയ്ത സമയത്ത് വിനു എന്തുകൊണ്ട് അതിന്റെ PR എടുത്തില്ല എന്നുള്ളതിന്റെ റീസൺ, ഈ ഷോ ഡയറക്ടറുമായിട്ടുള്ള ഈ പറഞ്ഞ അക്ബറിന്റെ ആ ഒരു കണക്ഷൻ, ഷോ ജയിച്ചാലും അത് ആ ഒരു സംഗതി ഇങ്ങനെ തലയിൽ വന്ന് നിൽക്കും. അതുകൊണ്ട് അതൊരു അതെ സംഗതി ഉണ്ട്. അപ്പൊ അത് ഉള്ളത് കൊണ്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിനു പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിനു ഓബിയസ്ലി ഇതാർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അനുമോക്ക് വിനുവിനെ അപ്രോച്ച് ചെയ്ത ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ PR ലിസ്റ്റുകൾ, അതായത് ആരൊക്കെ വിനുവിനെ അപ്രോച്ച് ചെയ്തുള്ളത് അനുവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ അക്ബറിന്റെയും ഈ സർഗോന്റെയും ഈ ഒരു ബന്ധത്തിന്റെ കഥ ആർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അനുമോക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അനുമോൾ ഇത് വാരി വെതറിയ വീട്ടിൽ പല കോണുകളിൽ പലരോടായിട്ട് പല സമയങ്ങളിൽ അടിച്ചിട്ടുമുണ്ട്. ആ ഒരു അടീന്റെ ബാക്കിയാണ് ആര് പറഞ്ഞത്,
ആദില പറഞ്ഞത്. അതായത് സെർഗോ അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യാണെന്നാണ് ഫുള്ള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞ് ഈ പെണ്ണ് ഇത് ഇത്ര സ്ഥലങ്ങളിൽ ഇത് അടിച്ചിട്ടുണ്ടല്ലോ. അതായത് അതിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, അനുമോൾ ഇപ്പോഴും PR പഠിപ്പിച്ച വഴിയിൽ, അല്ലെങ്കിൽ അനുമോൾ PRനെ പഠിപ്പിച്ച വഴിയിൽ. ഭയങ്കര ഓർമ്മശക്തി. ഇത് ഈ ഒറ്റ കാരണം കൊണ്ടാണ് മക്കളെ ഞാൻ ഈ കണ്ടസ്റ്റന്റിനെ എനിക്ക് എന്റെ കണ്ണിന്റെ നേരെ പിടിക്കും. ഇതാണ് ഞാനും പറഞ്ഞു, ഇതുവരെയുള്ള സീസണിൽ വെച്ച് ഏറ്റവും വേസ്റ്റ് കണ്ടസ്റ്റന്റ് പറയുന്നത് വെറും അനുമോളാണ്, വേറെ ആരുമില്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ജിൻഡു എത്രയോ ഭേദമാണ്, സത്യം പറയാം. ഇത്രയും വേസ്റ്റ് കണ്ടസ്റ്റന്റ് ഈ ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ മലയാളത്തിലില്ല. അതായത് വേസ്റ്റ് എന്നല്ല പറയണ്ടേ, എനിക്ക് വേസ്റ്റ് തന്നെ പറയാൻ തോന്നുന്നു. അതിനപ്പുറം ഉണ്ടെങ്കിൽ അതിന്റെ അപ്പുറം പറയും. വേസ്റ്റ് എന്നല്ല പറയണ്ടത്, എന്താ പറയണ്ട അറിയോ, എല്ലാ ബിഗ് ബോസ് ഉണ്ട് ഇന്ത്യയിലെ മൊത്തം ബിഗ് ബോസ് ഉണ്ട്. അത് ഞാൻ പുറത്ത് നടന്ന ബിഗ് ബോസ് ഉണ്ടല്ലോ, ഈ മൊത്തം ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയില് ഇതൊരു സ്പെസിമൻ ആണ്. ഒരു ചില്ലും കൂട്ടിലിട്ട് വെച്ചോ മൊത്തം ബിഗ് ബോസിന്റെ ടീം. മോള് പേടിക്കണ്ട, മോൾക്ക് കപ്പ് തന്നാ പോലെ 50 ലക്ഷം കൊടുക്കണം തന്നെയാ പറയുന്നത്. സെർഗോ അത് കേൾക്കുന്നുണ്ടെങ്കിൽ സെർഗോ അക്ബറിനൊന്നും കൊടുക്കണ്ട. അല്ല അക്ബറിന് കൊടുക്കണമെന്നാണല്ലോ പറയുന്നത്, കൊടുക്കുന്നാണല്ലോ പറയുന്നത്, വൈറ്റ് വാഷ് ചെയ്തിട്ട് പറയാന്നുള്ളത്. എന്ത് സർഗോ കൊടുക്കല്, ഇത് എന്ത് വന്നാലും സർഗോ. അതാണ് ഇവരുടെ ടീം അങ്ങനെയാണല്ലോ പറഞ്ഞുണ്ടാക്കണത്, സെർഗോ കൊടുക്കണം സെർഗോ കൊടുക്കണം. അത് ഇവരുടെ ടീം മാത്രല്ല, ഞാൻ പറഞ്ഞ ഇത് ചിലപ്പോ നിങ്ങൾക്ക് പറയുമ്പോ വിചാരിക്കും അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യാൻ. ഒന്ന് നിർത്തി, ഞാനൊന്ന് പറയട്ടെ. എനിക്ക് അക്ബർ PR എന്നുള്ള നിലയ്ക്ക് എനിക്ക് നല്ല പൊട്ടുണ്ടെന്ന് പറയാം. ഈ ഒന്ന് അടങ്ങ്, ഈ വേറെ കുണുമോളായി ഞാൻ ഇവിടുന്ന് വലിച്ച് ഞാൻ വണ്ടി ഓർത്തിക്കല്. പിന്നെ അന്ന് അവിടെ ഇരുന്നോ, കുണുമോളാവല്ലേ, അടങ്ങ് കുറച്ചടങ്ങ്. ഇവിടെ പല സമയങ്ങളിലായിട്ട് പല കോണുകളിൽ ഗ്രൂപ്പുകളിൽ ഒക്കെ അക്ബർ സർഗോ, അക്ബർ ഏഷ്യാനെറ്റ്, അക്ബർ ഈ സാധനങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ട്. ഓക്കെ, അതൊരു അനുമോൾ PRന്റെ മുകളിൽ മാത്രമേ വെക്കില്ല, അതെല്ലാവരും അടിച്ചിട്ടുണ്ട്. അത് അനീഷ് PR അടിച്ചിട്ടുണ്ട്, അത് ഇവിടുത്തെ എല്ലാ PRകളും അടിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊരു ഐറ്റമാണ്. പക്ഷെ ഒരു കണ്ടസ്റ്റന്റ് അത് വീട്ടിനകത്ത് അടിക്കുന്നത് അനുമോള് മാത്രമാണ്. അപ്പൊ ആദിലെ പറഞ്ഞതിൽ ഭയങ്കര വലിയ സംഗതിയാണ്. അനുമോള് കഴിഞ്ഞ 2 ദിവസമായിട്ട് പ്രവീൺ കയറിയത് മുതൽ പ്രവീണിനോട് എന്ത് പറയുന്നുണ്ട്, ഞാൻ PRനെ ആദ്യമായിട്ടാണ് കണ്ടത്, ഏറ്റവും നല്ല PR ആണെന്ന് പറഞ്ഞു. പരിചയപ്പെട്ട ഏറ്റവും നല്ല PR ആണെന്ന് പറഞ്ഞു. എന്നാ അപ്പുറത്തെ സൈഡില് വിനു പറയുന്നത് എന്താ, എനിക്ക് പേഴ്സണലി പരിചയമുള്ള ഒരാളാണ്, അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് തമ്മിലൊന്നും ഒരു മാച്ചും ഇല്ല, അത് പറയണ്ട. ഓക്കെ, നുണേ പറയും, സമ്മതിച്ചു. പക്ഷേ ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി ലെവൽ നിങ്ങൾ, ഒരു കോൺഫിഡൻസ്, ആ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ കോൺഫിഡൻസ് നിങ്ങളൊന്ന് ആലോചിച്ചു. പൊതുജനം പബ്ലിക്കിനോടാണ് പറയുന്നത്. എനിക്കറിയാം നിങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, ഈ പ്രേക്ഷകരാരും ഒരു ഒലക്കയും ചെയ്തിട്ട് കാര്യമില്ല. കാശ് കൊടുത്ത് വോട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു PR കയ്യിലുണ്ടെങ്കിൽ അവർ ജയിച്ചിരിക്കും. ഓക്കെ, അനുമോൾ ഇതിൻ്റെ മുകളിലൊരു സാധനം വെക്കാതെ ഇതിൻ്റെ മുകളിൽ എന്ന് പറയില്ലേ, ഞാൻ തോൽക്കണം. പ്രവീണിനോട് പറയാം ഞാൻ തോൽക്കണം. അതെന്തിനാ തോൽക്കണേ, ഞാൻ തോറ്റു കഴിഞ്ഞാൽ ഈ 16 ലക്ഷത്തിന് കണക്ക് പറഞ്ഞവരൊക്കെ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട്, അതായത് തോറ്റു കഴിഞ്ഞാൽ അത് പറയാലോ, കണ്ടോ ഇപ്പൊ PR ഉണ്ടെങ്കിൽ ജയിക്കാൻ പറ്റുമോ, അങ്ങനെ തോറ്റു കഴിഞ്ഞാൽ അതിനുള്ള വിഷയം എന്താണെന്നറിയോ, അനുമോളോട് പറയാനുള്ളത് ആകെ അത്രേ പറയുള്ളൂ, PR പാടി ജോഷി ചതിച്ചാശാനേന്ന് പറഞ്ഞ പോലെ PR. എന്റെ ആഗ്രഹം അനുമോൾക്ക് കപ്പിട്ടണമെന്നോ. അല്ല, ഞാനും പറയുന്നറിയോ, ഇത്രയൊക്കെ ചെയ്തല്ലോ, കൊട്ടുക്ക് കപ്പ് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ സീസൺ 8 തുടങ്ങൂല, ഉറപ്പാണ് കാര്യം. അല്ല അതാണ് സരിക വന്നിട്ട് ഇല്ലല്ല, ഇനി അടുത്തത് ഇതിന്റെ ഇടയിൽ വേറെ കാര്യം സ്കിപ്പ് ചെയ്ത് പോലെ. അടുത്തത് അതിൽ ടിഷ്യൂ പേപ്പറും എഴുത്തും PRന് കൊടുക്കാനുള്ള നമ്പറും ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു. അതിനുശേഷം ആദില പറഞ്ഞൊരു കാര്യമാണ്, അനുമോള് കയ്യിൽ ഞരമ്പ് എന്ന് കാണിച്ചിട്ട് ആ കാറിൽ ടാസ്കിനിടയിൽ ഇതിന്റെ ഒരു ബിൽഡപ്പ് ഞാൻ പറഞ്ഞുതരാം. എവിടുന്ന് അതിന്റെ തുടക്കം, ആ പൊടി ഇങ്ങനെ പൊക്കി പിടിച്ച് കൈകൊണ്ട് നിൽക്കുന്ന ടാസ്കിൽ നൂറയുടെ വയറ്റിലേക്ക് നേവലിലേക്ക് ആരും നോക്കി എന്നുള്ളത് ആദിലയാണ് ഇവിടെ പറയുന്നത്, അവിടെ നിന്നപ്പോ പറയുന്നത്. അതിനുള്ള കാരണം എന്തായിരുന്നു, ഇവരെല്ലാരും ലിവിങ് റൂമിൽ വന്ന് സോഫയിൽ ഇരുന്ന സമയത്ത് പാല് ചോദിച്ചു എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ഏത് പാല് വേണം ഏട്ടാ, പശുവും പാല അല്ലെങ്കിൽ നിനക്ക് ഇത് തുടങ്ങിയത് ആര്യനായിട്ട് ആരാ, ആദില, നോറ ആൻഡ് അനുമോളാണ്. അതിൽ പ്രൊവോക്ഡ് ആയ ആദില പുറത്തിറങ്ങി ഈ വിഷയം പറയാണ്. അല്ല ഫസ്റ്റ് മറ്റേതാ പറഞ്ഞത്, ഏത് നേവലിന്റെ കാര്യം.
ഒന്ന് ഈ അനക്ക് അറിയില്ലെങ്കിൽ ഉണ്ടായി. ശരി. സോഫയിൽ ഇരുന്ന് പാലിന്റെ വിഷയങ്ങൾ പറഞ്ഞതിന് ശേഷം പ്രൊവോക്ഡ് ആയ ആദിലയാണ് പുറത്തിറങ്ങിയിട്ട് അന്ന് നേവല് നോക്കി എന്നുള്ള കാര്യം പറയുന്നത്. മനസ്സിലായോ? അത് പറഞ്ഞ ആദിലക്ക് അന്ന് തന്നെ ആ കാറിന്റെ ടാസ്ക് വന്നപ്പോ പൊസസീവ് ആണ് ആദില. നമ്മൾ വന്ന് വീഡിയോ ചെയ്ത സമയത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആദിലക്ക് എങ്ങനെയെങ്കിലും അനീഷിനെ ചവിട്ടി പുറത്താക്കണം, എന്നാലും നൂറപ്പുറത്ത് വന്നിരിക്കും. പൊട്ടി നിൽക്കുകയാണ് അതിലേക്ക് നല്ല ദേഷ്യമുണ്ട്. ആദിൽ ഈ സാധനം അവിടെ പറഞ്ഞ കാര്യമാണ്. ഇതിന്റെ കൂട്ടത്തിലാണ് ആരടിച്ചിട്ടുള്ള ഈ സാധനം. അനുമോള് കയ്യിൽ അനുമോളെ വെളുപ്പിക്കല്ലേട്ടാ. അനുമോള് പറഞ്ഞത് ശുദ്ധ തെണ്ടിത്തരം. അങ്ങനെ ഒരു സാധനം അനുമോള് കാണിച്ചിട്ടും പറഞ്ഞിട്ടും ഉണ്ടെങ്കിൽ ആര്യനായിട്ട് ഇന്ന് ആര്യം കയറിയ സമയത്ത് എൻ്റെ ഫസ്റ്റ് ക്രഷായിരുന്നു നീ 23 വയസ്സുള്ള എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ലോക ഉളുപ്പില്ലായ്മ എന്ന് പറയുള്ളൂ. ലോക ഉളുപ്പില്ലായ്മ. ഒരു സൈഡിൽ ഒരു അയാളെ കുറിച്ച് ഇങ്ങനെ ഞരമ്പെന്ന് കാണിച്ചു കൊടുത്ത് അപ്പുറത്തെ സൈഡിൽ പോയിട്ട് അയാളെ കാണുന്നത് 23 വയസ്സിൽ എൻ്റെ ക്രഷ് എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, ഉളുപ്പില്ലായ്മയുടെ എക്സ്ട്രീം എൻഡ്. അതാണ് അതിന് പറയാനുള്ളത്. ആദിൽ ഈ സാധനം ഇപ്പോൾ പറഞ്ഞു, ശൈത്യനോടാണ് പറഞ്ഞത്. ഓക്കെ, ഇതന്നെ പോയിട്ട് അക്ബർ, KB ഇവരൊക്കെ ഉള്ള സമയത്തും ഈ സാധനം പറഞ്ഞു. ആദിലായതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, ആദിലേക്ക് അനുമോൾ അഗെയിൻസ്റ്റ് പോകാൻ പറ്റില്ല. ഇതിങ്ങനെ പറയും, ഓക്കെ. പക്ഷെ അതിലുള്ളൊരു ഐറ്റം ഞാൻ പറഞ്ഞുതരാം. ആദിൽ അവിടെ കണ്ടസ്റ്റന്റുകൾ അറിയാനോ ആദില ഇത് കൊണ്ടുപോയിട്ട് അനുമോളെ അടിക്കാൻ വേണ്ടിയിട്ടോ അല്ല ആദില പറയുന്നത്. ജനങ്ങൾക്ക് ആദില ഇട്ട് കൊടുക്കുകയാണ് എന്താണ് അനുമോൾ എന്നുള്ളത്. മനസ്സിലായോ? എന്താണ് അനുമോൾ എന്നുള്ളത് ഇട്ട് കൊടുക്കുകയാണ്. അതാണ് ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആദിൽ നൂറയും പറഞ്ഞത്. ഓള് നമ്മളിലൂടെ നമ്മളെ വെച്ച് ഓൾ ഈ സാധനങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഓള് നമുക്ക് നമ്മള് പാവകളാണ്. പല വട്ടം പല ആളുകളും ഇതിലെ കണ്ടസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട് അനുമോൾ എക്സിക്യൂട്ട്സ്. അതായത് ഞാൻ പറഞ്ഞതിൻ്റെ തുടക്കത്തിൽ അനുമോൾ ഒരു മത്താപ്പ് പോലെയാണ്, തിരി കൊളുത്തും. മനസ്സിലായില്ലേ? തിരി കൊളുത്തിയിട്ട് അനുമോളിന് മാറിയിരിക്കും. എല്ലാ ഇഷ്യൂസും അവിടെ ഉണ്ടായ എല്ലാ മേജർ ഇഷ്യൂ നിങ്ങൾ നോക്കിയോ. ഈ റീസെൻ്റ്ലി ഉണ്ടായ മറ്റേ അടുക്കളയിൽ നിന്ന് 3 ക്യാപ്റ്റനായപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ അടി, ഷാനവാസ് വീഴാനുണ്ടായ ഒരു അടി വരെ കത്തിച്ച് വെച്ച് സോഫേൻ്റെ ഒരു സൈഡിൽ പോയിരുന്നത് അനുമോളാണ്. മനസ്സിലായോ? അപ്പം അനുമോളാണ് ഇതിനൊക്കെ ഒരു ഇങ്ങനെ 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 തിരി കൊളുത്തി വിടുന്ന ഒരാൾ. അപ്പം ഇത് എക്സ്പോസ്ഡ് ആവണം എന്നുള്ളത് കൊണ്ടും അനുമോള് ആദിലേക്ക് ഇന്നിപ്പോൾ ആദിലേക്ക് പറയേണ്ട കാര്യം എന്താ? അതാ ഞാൻ പറഞ്ഞത്. ആദില അനുമോളെ പറയുമ്പോൾ ഒരു സൈഡിലൂടെ ആദില പറഞ്ഞതും ആദില ചെയ്തതും കൂടി നാട്ടുകാർ കണ്ടു എന്നുള്ളത് എന്ത് വേണം? ആദിലയ്ക്ക് ഒരു ബോധം വേണം. ഇനി ആദിലയ്ക്ക് അതില്ലെങ്കിലും ആദിലയുടെ ഐഡിയ എന്തായിരിക്കും എന്നറിയോ? ഞാൻ സ്വയം ഇനി അങ്ങനെയായി. ഇന്നിപ്പോൾ നൂറേനോട് പറഞ്ഞ ഡയലോഗ് കേട്ടോ, ഞാൻ ഇമോഷണലി അങ്ങനെയല്ല, നീ അങ്ങനെയാണ്. ആദിലയ്ക്ക് നൂറ ജയിച്ചാൽ മതി. ആദിലയ്ക്ക് അതിനപ്പുറം വേറെ ഒന്നും വേണ്ട. ആദിലയ്ക്ക് നൂറ ജയിച്ചാൽ മതി. ആദിലയ്ക്ക് നൂറ ജയിക്കണമെങ്കിൽ എന്ത് വേണം? അനുമോൾ എക്സ്പോസ്ഡ് ആണ്. ആദിലയ്ക്ക് നൂറ് ജയിക്കണമെങ്കിൽ അനുമോൾ എക്സ്പോസ്ഡ് ആയ പുറത്തുനിന്നുള്ളതല്ല, ജനങ്ങൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്തൊക്കെ അനുമോള് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ജനങ്ങൾക്ക് ആരിട്ട് കൊടുത്തു? ആദില ഇട്ട് കൊടുത്തു. അതാണ് നമ്മളവിടെ കണ്ടത്. ഇനി അടുത്തൊരു സാധനം, കലാഭവൻ സരിക വന്നിട്ട് അക്ബറിന്റെ കയ്യിൽ, ഞാൻ അസ്യൂം ചെയ്യുന്നത് Z എന്നാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ ആ ലൈവിന്റെ പോർഷൻ കണ്ടില്ല, ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു. Z എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? സർഗോ വിഷയം വെച്ച് പുറത്ത് PR മെനഞ്ഞെടുക്കുന്ന ഈ സാധനങ്ങൾ, ഓക്കെ, ഇത് അക്ബറിന് കൃത്യമായിട്ട് എത്തിച്ചു കൊടുത്തു. ഫൈൻ. കൂട്ടത്തിൽ ആര്യന് അവിടെ പറയുന്നുണ്ട് ആര്യന് വന്ന പേഴ്സണൽ ബുള്ളിങ്. ഇതെല്ലാം കൂടി കേട്ടത് കൊണ്ടാണ് അക്ബർ തളർന്നത്. എന്റെ ഫാമിലിക്കും പറ്റിയിട്ടുണ്ടാവുമോ, എന്നെ കുറിച്ച് അക്ബറിന് എങ്ങനെ പറ്റിന്ന് പറയാൻ പറ്റുക? അവർ ഉള്ളില്ല, അക്ബറിന് തോട്ടാ ഞാൻ പറയുന്നത്. ബാക്കിയുള്ളവർ പറഞ്ഞ, പക്ഷെ അക്ബറിന്റെ മൈൻഡാ ഞാൻ പറയണേ. പറ്റിയിട്ടുണ്ടാവും എന്നുള്ള പേടിയില് അക്ബർ എന്ത് ചെയ്തത്? ഷാനവാസ് ഏഷ്യാനെറ്റ് ഷോ ചെയ്തതല്ലേ, സീരിയൽ ചെയ്താണ്. അനുമോക്ക് ബന്ധമുണ്ട്, കലാഭവൻ സരിക അവിടെ ഇരുന്നിട്ട് എനിക്കും ഉണ്ട് ബന്ധം, ബിന്നി. അപ്പം അങ്ങനെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ തുറന്നു പറയാം, വോട്ട് ഫോർ അക്ബർ എന്ന് പറഞ്ഞിട്ട് സർഗോന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള പോസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. PR ടീമുകൾ ഉണ്ടാക്കിയത്. സർഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിലൊരു വാട്സാപ്പിൽ ഒരു നമ്പർ ഉണ്ട്, PR ടീമുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. അത് വെച്ച് ഇവർ ആരുടെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന എന്തൊക്കെ പരിപാടികൾ കാണിച്ചിട്ടുണ്ടാവും.
ഈ PR ടീമുകൾക്കിടയിൽ തന്നെ ഷോൻ്റെ ക്രിയേറ്റേഴ്സിനെ, ഷോൻ്റെ ബാക്കി ടീമുകളുടെയൊക്കെ പേരും ഫോട്ടോ ഉപയോഗിച്ചിട്ടുള്ള മാനിപ്പുലേഷൻ, അതിൻ്റെ ചീപ്പ് നാറിയ ഗെയിമുകൾ, ഇതിനൊക്കെ ഇരയാവുന്നത് ഞാൻ പറഞ്ഞല്ലോ. ആ വീട്ടിൽ ഗെയിമർ ആസ്പെക്റ്റിൽ ഇന്ന് ആര്യം എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, നല്ല മൈൻഡ് ഗെയിമർ, ബ്രില്യൻ ഗെയിമർ എന്ന് പറഞ്ഞ ലിസ്റ്റിൽ നീ ഉണ്ടാക്കി പറയുന്നത്. ആ വീട്ടിൽ അങ്ങനെ ഗെയിം കളിച്ചത് ആര്യൻ, അക്ബർ, നെവിൻ, ആദില ഉണ്ട് അതിനകത്ത്. അങ്ങനെ ഗെയിം കളിച്ചവർ ഇവരാ, അനീഷ്. അല്ലാത്ത ആ ലിസ്റ്റിൽ ഒരാളും അതിനകത്തില്ല. ഫോർ മീ ഇല്ല. എനിക്ക് ഇത്രയും ആളുകൾ അതിനകത്ത് എന്തുള്ളൂ, ഗെയിമർ ലെവലിൽ ഒരു സാധനങ്ങൾ. ഞാൻ ഇന്ന് ആദില കളിച്ച ഗെയിമാ ഇട്ട് കൊടുത്തത്, അനുമോളെ ഇട്ട് കൊടുത്തത് നൂറയ്ക്ക് വോട്ട് കയറാനും ആദില സ്വയം നെഗറ്റീവായിട്ടാണെങ്കിലും പുറത്തു പോകാനാണെന്നുണ്ടെങ്കിലും അത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ആദിലേക്ക് വോട്ട് ആരും ചെയ്യില്ല. നൂറ മാറിയെന്ന് കണ്ടോ? ഓരോ സിറ്റുവേഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ആദില അങ്ങോട്ട് കാര്യങ്ങൾ പറയുമ്പോൾ നൂറ മാറിയിരിക്കാറാണ് പതിവ്. നൂറ മാറിപ്പോവും, നൂറ മാറിയിരിക്കും. നൂറയ്ക്ക് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്, വോട്ട് ബാങ്ക് ഉണ്ട്. ആദിലേൻ്റെയും കൂടി ആദിലേനെ വെറുത്തിട്ട് എങ്ങോട്ട് ചാടും? നൂറയിലേക്ക് ചാടും. ബ്രില്യൻ ഗെയിം ബൈ ആദില, ഒരു രക്ഷയില്ല. കിണ്ണം ഗെയിം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കട്ടപ്പ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കട്ടപ്പമാരാ. അത് ഞാൻ RJ ബിൻസിന്റെ വിഷയത്തിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. കട്ടപ്പ ആരാന്ന് ചോദിച്ചാൽ എല്ലാവരും പെടും. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അതിനകത്ത് ഗിസേലുണ്ട്, അക്ബർ ഉണ്ട്, എല്ലാവരും ഉണ്ട് അതിനകത്ത്. അത് നാളെ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഞാൻ നാളെ ചെയ്യാം, ഇന്നിപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ കലാഭവൻ സരിക പറഞ്ഞു കൊടുത്തത്, എഴുതി വെച്ചത് ബിഗ് ബോസ് അതിനിടയിൽ കയറി കട്ട് ചെയ്തു. ബട്ട് സ്റ്റിൽ ആ സാധനം അക്ബറിന് മനസ്സിലായിട്ടുണ്ട്. അക്ബറിന് ഭയങ്കര ഹേർട്ടായിട്ടുണ്ട്. ആദിൽ അവിടെ ഇരുന്നു കൊണ്ട് വിടില്ല, ഇത് ഇവിടെ തന്നെ തീർത്തിട്ട് പോകണം, ചോദിക്കണം എന്നുള്ള മൂഡിലാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം എന്താ ഉണ്ടായേ? ആര്യനും വന്നു പറഞ്ഞു, നിങ്ങൾക്ക് വല്ല ഉണ്ടെങ്കിൽ അനുമോളുടെ അടുത്തേക്ക് പോവുകയോ ചെയ്യണ്ട, കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയതാണ്. ഇങ്ങനെ കമന്റിൽ അമ്മേനെ അവരൊക്കെ പറഞ്ഞത്, മുണ്ടണ്ട, സ്ക്രീൻ സ്പേസ് കൊടുക്കണ്ട, വോട്ട് കൊടുക്കണ്ട, സിമ്പതി കാർഡ് ഇറക്കുന്നു. അതിനുശേഷം ഗിസേൽ വന്നു. ഗിസേലിന്റെ എൻട്രി കൂൾ വൺ, ഇത്ര ഉണ്ടായിട്ടുള്ളൂ. ഗിസേൽ വന്നതിന് ശേഷം പിന്നെ എല്ലാവരെയും വിളിച്ചിട്ട് മറ്റേ ഇത്, നിങ്ങൾ ഇവിടുത്തെ ലാസ്റ്റ് 7 പേരാണ്, ഒരു ഫൈനൽ 7 ആയല്ലോ. ഫൈനൽ 5 എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഫൈനൽ 7 ആണ് ആയത്. അപ്പൊ അവർക്ക് എന്ത് കൊടുക്കണം? ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിലൊരു സാധനം തരാൻ അവര് ബാക്കിയുള്ളവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കേണ്ട ഒരു ഐറ്റം വന്നു. ആ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഗിഫ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ കാണുന്ന ഫ്രെയിം രാത്രി ഷാനവാസ് ഇക്ക ഇറങ്ങിയിരിക്കുകയാണ്. കാര്യം പറഞ്ഞത് കറക്റ്റ് പോയിന്റ് അവർ ഏറ്റെടുത്തു എനിക്ക് തോന്നിയത്. അതായത് അല്ല, അക്ബർ പറഞ്ഞ സാധനമുണ്ട്, ഇത് ഫൈനൽ 5 ഫൈനൽ 7 അറിഞ്ഞപ്പോ അതുവരെ ഇതിപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞ് നിന്ന ഇവരെന്തിന് ഈ പണി കാണിച്ചു? അതാണ് പറഞ്ഞു. ഷാനവാസ് അവിടെ പറഞ്ഞു, അധികം ഇനി കളിക്കാൻ പോയി കഴിഞ്ഞാൽ വോട്ട് പണി കിട്ടും, അവർക്ക് സെന്റിമെന്റ്സിൽ വോട്ട് കയറും, എല്ലാം കൂടി പണിയാവും എന്നുള്ളത്. അതായത് ഇതുവരെയുള്ള ഗെയിം വെച്ചിട്ട് ആൾക്കാർ വോട്ട് ചെയ്യലും, ഇനി ഗെയിം നമുക്കൊന്നുമില്ല, ഇനി നമ്മൾ നമ്മളുടെ നല്ല സ്വഭാവമായിട്ട് നിൽക്കുക, ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക. അതാണ് അവിടെ അതിലെ യൂസ് ചെയ്തത്. ഇക്കയുടെ ബുദ്ധി ഉപയോഗിച്ച് ഇക്ക എന്ത് ചെയ്തു, സാധനം എടുത്തു. ഇതൊക്കെ പുലർച്ചെയാണ്, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണണം. നമ്മളത് ഈ എപ്പിസോഡിൽ ഇത്ര കണ്ടതുകൊണ്ട് നമുക്കത് കൃത്യമായിട്ടാണ് പറയാൻ പറ്റില്ല. എവിടെയാണ് ആദില മറിഞ്ഞെന്നുള്ളത് അത് ഭയങ്കരമായിട്ട് ആർക്ക് ഹേർട്ടായിട്ടുണ്ട്? അക്ബറിന് അത് ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടുണ്ട്. അക്ബർ പറഞ്ഞതാണ് ഇതിന്റെ ഫാക്ട്. ഇത്ര മറ്റേ ഇവള് പറഞ്ഞ പോലെ നോറ ഞങ്ങളെ സീസണിൽ പറഞ്ഞ നാണമില്ല, മാനമില്ല, നിലവാരമില്ല, ഉളുപ്പും ഇല്ലാത്ത ഒരു ഗെയിമർ കപ്പ് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടോട്ടെ, എനിക്ക് കപ്പ് വേണ്ട. പ്രോപ്പർ സാധനമാണ് ആര് പറഞ്ഞത്? കൃത്യമായുള്ള സാധനമാണ് അക്ബർ പറഞ്ഞത്. വേണ്ട, ഇങ്ങനത്തെ നാറിയ കളി കളിച്ചിട്ട് ഒരാൾ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടോട്ടെ, അത് ആർക്കാ നഷ്ടം? ഞാൻ പറഞ്ഞത് ബിഗ് ബോസിന്റെ ക്രിയേറ്റേഴ്സിനോ അല്ലെങ്കിൽ കപ്പ് കൊണ്ടുപോയോ അതൊന്നുമല്ല, ഒപ്പം കളിച്ചവർക്കൊന്നുമല്ല. ഈ നഷ്ടം ആർക്കാ അറിയാം? നാട്ടുകാർക്കാ. 3 മാസം 100 ദിവസം നാട്ടുകാരുടെ ഇമോഷണൽ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. എത്ര ഡാറ്റ, എത്ര ടൈം, രാപ്പകലില്ലാതെ ഇതിൽ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ, വീഡിയോസ് ഇതൊക്കെ കഴിഞ്ഞിട്ട് എൻഡ് ഓഫ് ദ ഡേ ഇങ്ങനത്തെ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ഗതികെട്ട് എന്ത് നാറിത്തരവും കാണിക്കാ ചെയ്യാന്ന് പറയുന്ന ഒരാൾക്ക് കപ്പ് കൊടുക്കുക, നിങ്ങൾ കൊടുക്ക്. ഞാൻ ഇവിടെ കൊടുത്ത് ഒഴിവാക്കി സീസൺ തീർക്ക് കൊടുത്തിട്ട് കിട്ടട്ടെ, പോട്ടെ വഴിക്ക്. വേണ്ട, അനീഷിനും വേണ്ട, നെവിനും വേണ്ട, ആർക്കും വേണ്ട, അനുമോൾക്ക് കപ്പ്. ഇത് അനുമോൾക്ക് തന്നെ കപ്പിട്ടെന്നാണ് എന്റെ സത്യം പറഞ്ഞാൽ. എന്റെ ഹാർട്ടിൽ നിന്ന് ഞാൻ പറയണ്ടേ, അനുമോൾക്ക് തന്നെ കപ്പിട്ടണം.
ഈ കളിയിൽ ശരിക്കും അനുമോൾ തന്നെ ജയിക്കും. വേറെ കാര്യം, ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്ത് വന്ന ആളാണ്. കഴിഞ്ഞ സീസണിൽ വിന്നർക്ക് കപ്പ് കിട്ടിയ സമയത്ത് ഞാൻ വീഡിയോ ഇട്ടിട്ട് എന്നോട് പലരും നീ എന്തുകൊണ്ട് കൺഗ്രാജുലേറ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചൊരു സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മക്കളെ ഞങ്ങളാണ് എക്സ്പീരിയൻസ് ചെയ്തത് ആ വ്യക്തി എന്താണെന്നുള്ളത്, ആ വീട്ടിനകത്ത് ആ വ്യക്തി എന്തായിരുന്നു എന്നുള്ളത് ഒപ്പം ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ഞങ്ങൾക്ക് അത് കപ്പ് കിട്ടുമ്പോൾ കൈയടിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഫോർ മീ എനിക്ക് തോന്നുന്നു ഞാനും നോറയായിരിക്കും അന്ന് അതിൽ കൈയടിക്കാത്തത്. കപ്പ് കിട്ടിയത് ഞങ്ങൾ രണ്ടാളും കൈയടിച്ചിട്ടില്ല, കൈയടിക്കാൻ പറ്റില്ല, കാരണം അയാളെ എക്സ്പീരിയൻസ് ചെയ്ത് ഞങ്ങളാ. അതുപോലെയാണ് ഇപ്പോൾ വീട്ടുകാർ പറയുന്നത്, ഈ മുതലിനെ എക്സ്പീരിയൻസ് ചെയ്ത്. അല്ല, ജിൻഡോനെ പിന്നെയും വെച്ചാൽ പോസിറ്റീവ് സാധനങ്ങൾ നമുക്ക് കണ്ടിട്ടുണ്ട്. ഇവളുടെ ഫുള്ള് നെഗറ്റീവ് കണ്ടിട്ടും പിന്നെയും വോട്ട് ചെയ്യുക, പിന്നെയും അറിയണത് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ പറയാൻ ജിൻഡോ ഗുഡ് ക്വസ്റ്റ്യൻ. ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല, എങ്ങനെയാണ് വോട്ട് പറയുന്നത് എന്നുള്ളത്. ജാതി കാർഡ് ഇറക്കി വോട്ട് പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ സക്കീർ ഭായി? ഞാൻ കണ്ടു, ഈ സീസണിൽ ഞാൻ കണ്ടു. അവിടെ കാണിക്കുന്നുണ്ട് ഞാൻ സ്ക്രീനിൽ. ഈ സീസണിൽ ഞാൻ കണ്ടു. പറ്റുമോ സക്കീർ ഭായിക്ക് ജാതി കാർഡ് ഇറക്കിയിട്ട് വോട്ട് പിടിക്കാൻ? പറ്റില്ല സക്കീർ ഭായ്. സക്കീർ ഭായിക്ക് മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ പോയി നിന്നിട്ട് വരുന്ന പേഷ്യൻസിനോട്, രോഗികളോട് മൊബൈൽ നമ്പർ ചോദിച്ച് OTP വാങ്ങി വോട്ട് പിടിക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? പറ്റുമോ സക്കീർ ഭായ്? പറ്റും. പറ്റില്ല സക്കീർ ഭായിക്ക്. ബട്ട് കുണുമോൾ PR കാർത്തുമ്പി അതെ ചാവാൻ കിടന്ന് വയ്യാതെ കിടന്ന് കയ്യും കാലും ഒടിഞ്ഞ് എല്ലാം പോയി കിടക്കുമ്പോ ഫോണും തരുമോ, ഒന്ന് വോട്ട് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നത്. കോളേജിന്റെ മുന്നിൽ പോയിട്ടൊക്കെ വോട്ട് ചോദിക്കുന്ന സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭീകരമായിട്ടാണ്. എന്താണെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു ആ വോയിസ്. ഒരു 5 മിനിറ്റുള്ള ഒരു വോയിസ് ആണ്. എനിക്ക് ഇന്നലെ രാത്രിയത്തോടു കൂടി ഒരാൾ ഇതിന്റെ ക്രെഡിബിലിറ്റി ആധികാരികതയൊക്കെ ചോദിച്ച ആൾക്കാർ വരും. ക്രെഡിബിലിറ്റി ആധികാരികത ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ആ മനുഷ്യൻ എവിടെ ആണെങ്കിലും വിളിച്ചു പറയുക കാര്യങ്ങൾ, മനസ്സിലായോ? അതായത് മെഡിക്കൽ കോളേജിൽ പോയ ഒരാള് കുറച്ച് പേര് അവർ അപ്രോച്ച് ചെയ്തു. അതൊക്കെ അങ്ങനെ പറയുന്നുണ്ടായില്ല ആരാന്നുള്ളതൊക്കെ. ഓക്കെ, അപ്രോച്ച് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ വൈഫിനോടാണ് നമ്പർ ചോദിച്ചത്. OTP വരാൻ വേണ്ടിയിട്ടാണ് അനുമോക്ക് വോട്ട് ചെയ്യാനുള്ളത്. ആ ലേഡി കൊടുത്തില്ല. ഷീസ് സ്ട്രോങ് ലേഡി പറഞ്ഞു ഇങ്ങനത്തെ ഒരു ഗാർബേജിന് ഞാൻ കൊടുക്കേണ്ട കാര്യമില്ല എന്ന്. അവർ കൊടുത്തില്ല വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർക്ക് എന്തോ ഇയാൾക്കൊരു സങ്കടം തോന്നി, പാവങ്ങൾ ഇങ്ങനെ വന്ന് ഇറക്കുന്നതല്ലേ കൊടുക്കാം, മനസ്സിലായി? ഇപ്പം ചിലരുണ്ടല്ലോ ഭിക്ഷക്കാർ വന്ന് കൈ കിട്ടുമ്പോൾ, അപ്പം എൻ്റെ മനസ്സിലെ സമയത്ത് ഞാൻ പറയാറുണ്ട് ചില നമ്മൾ കൊടുത്തു. അതുപോലെ ഇങ്ങനെ നമ്പർ കൊടുത്തു. നമസ്കാരം, ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കുകയാണ്. ഞാനൊരു ബിഗ് ബോസിൻ്റെ ഒരു വോട്ടിങ്ങിൻ്റെ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്ക് അറിവില്ലായ്മ, ഞങ്ങൾക്കൊരു കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല, അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഇത് സംഭവം എന്ന് പറയുന്നത്, ഞാൻ ഞായറാഴ്ച ദിവസം മെഡിക്കൽ കോളേജിൽ എൻ്റെ അനുജൻ അഡ്മിറ്റായിട്ട് കിടപ്പുണ്ടായിരുന്നു. പുള്ളിയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്നു. ആ മെയിൻ എൻട്രൻസ് കയറി അങ്ങോട്ട് ചെല്ലുമ്പം തന്നെ ഫുട്പാത്തിൽ നമ്മളാ ബിഗ് ബോസിലെ താരം അനുമോളുടെ ചേച്ചി നിന്ന് 2-3 ആൾക്കാരുമായിട്ട്, കൂടെ 2-3 പിള്ളേരും ഉണ്ടായിരുന്നു, ആൺപിള്ളേർ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചെന്നോടനെ അവർ നമ്മളെ അടുത്തോട്ട് വന്നു. അനുമോളുടെ ചേച്ചിയാണെന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഇത് എനിക്ക് അനുമോൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൽ. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു അത് പറ്റില്ല, ഞങ്ങളേതായ കൺസേൺ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് വീണ്ടും ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഹോട്ട്സ്റ്റാർ ഇല്ല എന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ഹോട്ട്സ്റ്റാർ വേണ്ട സാറേ, സാറിൻ്റെ ഫോൺ നമ്പർ തന്നാൽ മതി, അതിലൊരു OTP വരും, അത് പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞു. അന്നേരം തന്നെ കൂടെ വന്ന പയ്യൻ നമുക്ക് ഫോൺ നമ്പർ വാങ്ങിച്ചു. ഞാൻ ആക്ച്വലി ഫോൺ നമ്പർ അങ്ങനെ കൊടുക്കത്തുമില്ല, കൊടുക്കാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ എന്തോ ആ നിമിഷം ഇവരിങ്ങനെ സംസാരിച്ചതിൻ്റെ പേരിൽ ശരിയോ വോട്ടിങ്ങിൻ്റെ ഇതിനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞ് ഞായറാഴ്ചത്തെ വോട്ടിങ്ങിനാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞായറാഴ്ച അന്ന് വോട്ടുണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. വൈഫ് പറഞ്ഞ് ഞായറാഴ്ച ഇല്ല, തിങ്കളാഴ്ച മുതലെങ്ങാണ്ടാണ് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ഇവരെൻ്റെ ഇത് നമ്പർ വാങ്ങി, അതിലേക്ക് OTP വരികയും ഞാൻ OTP പറഞ്ഞു കൊടുക്കുകയും, ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ OTP ആണ് വന്നത്, അത് ഞാൻ ശ്രദ്ധിച്ചു, അത് തിരിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പോരുന്നു. അങ്ങനെ അവർ ആ ഫുട്പാത്തിൽ വരുന്നവരും പോകുന്നവരും അവിടെ കിടക്കുന്നതായും രോഗികളുടെ കൂട്ടിരിപ്പിന് വന്നവരായും ടച്ച് ഫോൺ ഇല്ലാത്തവരായ പല ആൾക്കാരുടെയും, ബിഗ് ബോസിൻ്റെ പോലെ അറിഞ്ഞാത്ത പല ആൾക്കാരെയും സമീപിച്ച് ഇതേ കണക്ക് നമ്പർ വാങ്ങി OTP കൊടുത്ത് വോട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ അതവിടെ വരെ ആ കാര്യങ്ങൾ നിൽക്കട്ടെ.
അപ്പം അന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ഞാൻ സൺഡേയിൽ വോട്ടിംഗ് ആണെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം തിങ്കളാഴ്ച ഞാൻ വോട്ടിംഗ് തുറന്നില്ല. ചൊവ്വാഴ്ച ഞാൻ വൈകുന്നേരം വോട്ടിങ്ങിന് വേണ്ടിയിട്ട്, നമുക്ക് നമ്മളെ കൺസേൺ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ ചൊവ്വാഴ്ച ഞാനിത് വോട്ടിങ്ങിന് വേണ്ടിയിട്ട് തുറന്നപ്പോൾ അനുമോൾക്ക് ഓൾറെഡി വോട്ട് പോയിരിക്കുന്നു. അപ്പം ഞാൻ സൺഡേയിലാണ് ഇത് ചെയ്തത്. അപ്പോൾ തിങ്കളാഴ്ച ഞാൻ നോക്കിയിട്ടില്ല. എൻ്റെ അർത്ഥം തിങ്കളാഴ്ച വോട്ട് പോയിട്ടുണ്ട് അനുമോൾക്ക്. ചൊവ്വാഴ്ച ഓട്ടോമാറ്റിക്കലി വീണ്ടും പോയേക്കുന്നു. ബുധനാഴ്ച ഇന്ന് രാവിലെ ഞാൻ പിന്നെ രാവിലെ തുറന്നിട്ട് ഞാൻ രാവിലെ തന്നെ ഞാൻ വോട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇതിപ്പം ഞാൻ സംസാരിക്കാൻ കാരണം, ഇത് ഏതെങ്കിലും ഇങ്ങനെ ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു ആപ്പിലേക്ക് ബൾക്കായിട്ട് പലരുടെ കയ്യിൽ നിന്നും നമ്പറുകൾ ശേഖരിച്ചിട്ട് ബൾക്കായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിതിനെപ്പറ്റി അറിയില്ല. എനിക്ക് തോന്നുന്നു PR കാര്യങ്ങളെല്ലാം ഈ വരുന്ന ആഴ്ചയിൽ ബിഗ് ബോസ് സ്റ്റോപ്പ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇവർ ഗ്രൗണ്ടിൽ ഇറങ്ങി ഇങ്ങനെ ഫോൺ നമ്പറുകൾ കളക്ട് ചെയ്തിട്ട് ഈ ഒരാഴ്ചത്തേക്ക് ഇവരിങ്ങനെ വോട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം. അല്ലെങ്കിൽ എൻ്റെ തിങ്കളാഴ്ച ഞാൻ വോട്ടിങ്ങിന് വേണ്ടിയിട്ട് ചെയ്ത സാധനം ചൊവ്വാഴ്ച അനുമോൾക്ക് വോട്ട് പോയത് അങ്ങനെയാണ്, അറിയാൻ പറ്റുന്നില്ല എനിക്ക്. അപ്പം അതാണ് ഒന്നാമത്തെ കേസ്. പിന്നെ രണ്ടാമത്തേത്, നമ്മളെ ശ്രീ മോഹൻലാൽ പറഞ്ഞ കണക്ക് നമ്മളെ ഈ ബിഗ് ബോസ് ഷോ വളരെ ജെന്യൂനായിട്ട്, ഞാനും ബിഗ് ബോസ് ഷോ അത്യാവശ്യം കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതൊരു ജെന്യൂനായിട്ട് കൊണ്ടുപോകേണ്ട രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ആരാതിൽ കളിക്കുന്ന അങ്ങനെയുള്ള വോട്ടിംഗ് സമ്പ്രദായമല്ലേ നിലവിൽ വേണ്ടത്. അത് തന്നെയാണ് ബിഗ് ബോസ് അംഗങ്ങളും ടീമുകളും ബിഗ് ബോസ് ടീമുകളും മോഹൻലാൽ ഉൾപ്പെടെ എല്ലാ സമയം പ്രൊമോ ഉൾപ്പെടെ എല്ലാത്തിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് പകരം ഇങ്ങനത്തെ ഒരു ഫേക്ക് പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ളവരെയൊക്കെ ജെന്യൂനിറ്റി എന്താണ്? അവരെങ്ങനെയാണ് ആ ഷോയിൽ വിന്നറാവുക? ഇതൊക്കെ വളരെ ഉന്നയിക്കപ്പെടാവുന്നൊരു ചോദ്യമാണത്. കാരണം രാവിലെ നമ്മൾ ഒരു മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ, അന്ന് ഞായറാഴ്ചയാണ്, തിരക്ക് വളരെ കുറവായ ദിവസം, ബാക്കിയുള്ള ദിവസങ്ങളിലും അവരവിടെ നിൽക്കുവാണെങ്കിൽ എത്രയോ ആൾക്കാർ ഇതെന്താന്ന് പോലും അറിഞ്ഞിടാത്ത എത്രയോ ആൾക്കാരോടും സ്വാഭാവികമായിട്ട് ചെന്ന് സമീപിക്കുമ്പം, ഇപ്പം എനിക്ക് തന്നെ പറ്റിയ കണക്ക് എൻ്റെ വൈഫ് പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പം എനിക്ക് വൈഫ് അവരോട് പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ, പെട്ടെന്ന് നോക്കി പറഞ്ഞതിൻ്റെ ഒരു വിഷമത്തിൽ ആ ഒരു ഇത് മാറ്റാൻ വേണ്ടി ഞാൻ പറഞ്ഞു ശരി ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്തതാണ്. അതേ കണക്ക് അറിവില്ലായിട്ടുള്ള ആൾക്കാരും ബിഗ് ബോസ് ഷോ കണ്ടിട്ടില്ലാത്തതും അനുമോൾ ആരാന്നറിയാത്തതും അതിലെ മത്സരാർത്ഥികളെ കുറിച്ച് ഒരു അറിവുമില്ലാത്ത എത്രയോ പേരുടെ ഫോൺ നമ്പറുകൾ ഇവർ സ്വീകരിച്ച് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അന്ന് സൺഡേയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ തെറ്റായ ഒരു പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് അറിയിക്കാൻ വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സായുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിത് അറിയിച്ചത്. അതിനകത്ത് എന്തെങ്കിലും ഇത് ആരെയെങ്കിലും അറിയിക്കാൻ പറ്റുമെങ്കിൽ അറിയിക്കുക. കാരണം ഇതിനെപ്പറ്റി എനിക്ക് വേറെ വലിയ അറിവൊന്നുമില്ല. ഇതിൻ്റെ ഈ ബിഗ് ബോസ് ഹോട്ട്സ്റ്റാറിലൂടെ വോട്ട് ചെയ്യുന്നതിനെ പറ്റി എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി. എനിക്ക് OTP വന്നു, ഞാനിത് ചെയ്തു. അത് ചൊവ്വാഴ്ചയും ഓട്ടോമാറ്റിക്കലി അനുമോളുടെ പേരിൽ ടിക്കായി പോകുന്ന കണ്ടപ്പോഴാണ് എനിക്ക് സംശയം വന്നതും ഞാൻ ഈ വോയിസ് ഇടുന്നതും. ഞാൻ ഈ സീസണിൽ എങ്ങനെ വോട്ട് മറയ്ക്കാം, ക്ലിക്ക് ഫാമിംഗ് ആണെങ്കിലും OTP വോട്ടിംഗ് ആണെങ്കിലും അതൊക്കെ എങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടാണ്. ഇതിൻ്റെ ആ വീഡിയോ കണ്ടവർക്ക് അറിയാം. ഓരോ വ്യക്തികളുടെ കയ്യിൽ നിന്നും ഇവരുടെ ഈ സീസണിൻ്റെ ഒരു പകുതി മുതൽ അല്ലെങ്കിൽ തുടക്കം മുതൽ ഇങ്ങനെ ആളുകളുടെ നമ്പർ ശേഖരിച്ച് OTP ശേഖരിച്ചിട്ടുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ there are several softwares. അതിനകത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറും വൺ ടൈം നിങ്ങൾക്ക് കിട്ടിയൊരു OTP മാത്രം മതി ആഴ്ചകളിൽ എന്ത് ചെയ്യാൻ പറ്റും, വോട്ട് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളൊരു അറിവ് എൻ്റെ ഉണ്ട്. ആ ഒരു ആപ്പ് ഞാൻ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ആ ആപ്പ് ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് കൊടുത്ത് എങ്ങനെയാണെന്നുള്ളത് പറയാം. എനിക്ക് അങ്ങനെ ഒരു സാധനം എനിക്ക് പറഞ്ഞു കിട്ടിയിട്ടുണ്ട്. കാരണം ഇത്രത്തോളം ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇങ്ങനെ ക്യാൻവാസ് ചെയ്ത് നമ്പർ പിടിച്ചു. എന്നാലും ഞാൻ എൻ്റെ ഒരു കൺസേൺ ഞാൻ പറയട്ടെ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ നമ്പറൊന്നും തരുമോ, ഒരു OTP വരുമോ, അത് പറഞ്ഞു തരുമോ എന്ന് വെച്ചാൽ അടിച്ചു വിടും ഞാൻ. കാരണം എന്താ അറിയുമോ, പോലീസ് അടക്കം ഇവിടുത്തെ സിസ്റ്റം അടക്കം പറയുന്നുണ്ട് നമ്മളൊരു OTP ഷെയർ, നമ്മളെ ബാങ്ക് പറയും ഒരു OTP ഷെയർ ചെയ്യരുത്, നമ്മളുടെ പോലീസുകാർ വരും ഒരു OTP ഷെയർ ചെയ്യരുത്. നമ്മൾ എന്തിൻ്റെ ധൈര്യത്തിൽ ഒരു കണ്ടസ്റ്റന്റിന്റെ റിലേറ്റീവ് ആണെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ എങ്ങനെ ഇത് കൊടുക്കാൻ പറ്റും നമുക്ക്? നമ്മളെ ഫോണിനകത്ത് നമ്മളുടെ ബാങ്ക് ആപ്പുകൾ ഉണ്ട്, നമ്മളെ ട്രാൻസാക്ഷൻസ് ഉണ്ട്, നമ്മളെ പേഴ്സണൽ ഡാറ്റ ഉണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്. എങ്ങനെ പോയി ചോദിക്കാൻ തോന്നുന്നു ഒരാളോട് നമ്പർ OTP? എന്താണ് ഞാൻ വോയിസ് നിങ്ങൾ കേട്ടോ.
ഓക്കെ, ബാക്കിയൊക്കെ ഇനി നാളെ സമയമില്ല. ജീവൻ മരണ പോരാട്ടത്തിൽ പോയിട്ട് ജയിപ്പിക്കാൻ വേണ്ടി നിക്കണ പോലെയാണ് ഒരു ഷോന് വേണ്ടിട്ട് ഇങ്ങനെ പിന്നാലെ ഇറക്കണത്. അയ്യേ, ഇമ്മാതിരി ടീംസിനൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്തായാലും. ഓക്കെ, ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട്. പിന്നെ മാത്രല്ല കേട്ടോ, 2 കാറുണ്ട് അനുമോക്ക്. ഞാൻ കണ്ടു. ഒരു ടീംസിനെ ഇറക്കണ്ടല്ലോ, ഇറക്കട്ടെ. അല്ല, 2 കാർ. ഒന്ന് മൈലേജ് കുറവാണെങ്കിൽ നമ്മള് മറ്റേ കാർ എടുക്കും. പിന്നെ വേണമെങ്കിൽ ബസ്സിലും ലോറിയിലും ബാക്കിലും പോകണമെങ്കിലും ഞങ്ങൾ കിടക്കും. പക്ഷെ പറഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. ആനിക്കുട്ടിക്ക് 2 കാറ്. അവിടെയുള്ള ചില കണ്ടസ്റ്റൻസിന് കാറ് പോലും ഇല്ല വീട്ടില്. യൂബർ സ്വന്തം കാറ് എന്ന് പറഞ്ഞ പോണ ടീംസാണ് അവിടെ പലരും. അപ്പോഴാണ് അനുക്കുട്ടിക്ക് 2 കാറുള്ള കഥയൊക്കെ. അനുമോള് കപ്പ് എടുക്കട്ടോ, അനുമോൾക്ക് തന്നെ കപ്പ്. അനുമോൾക്ക് കപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എന്റെ എല്ലാവിധ സഹായങ്ങളും ഞാൻ തരുന്നു. ഓക്കെ, പൊട്ടി സ്നേഹം പറയാണ് കുണുമോക്കാണ് കപ്പ്. ഈ അക്ബറിന് വോട്ട് വേണ്ട, അല്ല വോട്ട് ഉണ്ടായിക്കോട്ടെ, അക്ബറിന് കപ്പ് വേണ്ട. ഇത് അനുമോൾക്ക് തന്നെ കൊടുക്കണം. ഇത് അക്ബർ PR അക്ബർ ഫാനും മാറിയതൊന്നുമല്ല. പക്ഷെ ഞാൻ എന്നോട് ഇപ്പൊ ഈ വീഡിയോ ഞാനോട് there is a twist in the tail. I don't think so. Twist in the tail. അനുമോൾക്ക് കപ്പ് കിട്ടിയാലേ ഞാൻ പറയുന്നത് പല സാധനങ്ങളും നടക്കുള്ളൂ. There is a twist in the tail. അത്ര എനിക്ക് പറയാനുള്ളൂ. ട്വിസ്റ്റ്. Okay guys, bye bye.